പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം മരിച്ചവരിൽ ഒരാൾ മലയാളിയാണ്. അത് എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ എന്ന 65 വയസ്സുകാരനാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എൻ രാമചന്ദ്രൻ എന്നുള്ളതാണ് എന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ഇടപ്പള്ളിയിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ എവിടെയാണ് ഇദ്ദേഹത്തിന്റെ വീടെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസും ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒരു മലയാളി എറണാകുളം സ്വദേശി പാലാരിവട്ടം സ്വദേശി എൻ രാമചന്ദ്രൻ എന്ന 65 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ശ്യാം, ഇപ്പോൾ ഇദ്ദേഹം കുടുംബത്തോടൊപ്പം കശ്മീരിൽ എത്തിയതായിരുന്നു എന്ന തരത്തിലാണല്ലോ റിപ്പോർട്ടുകൾ. അപ്പോൾ പോലീസ് ഇത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിലല്ലേ ശ്യാംകുമാർ? ഉന്മേഷൻ, നിലവിൽ ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മലയാളിയാണെന്നും എറണാകുളം സ്വദേശിയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസിനും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പാലാരിവട്ടത്ത് എവിടെയാണ്, അത് ഇടപ്പള്ളി ഭാഗത്താണ് വീട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് എവിടെയാണ് എന്നുള്ളതിന് ഒരു സ്ഥിരീകരണം കിട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് വലിയ വേഗത്തിൽ തന്നെ പോലീസും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഉന്മേഷ് പറഞ്ഞ പോലെ തന്നെ കുടുംബസമേതമാണ് അദ്ദേഹം പഹൽഗാമിൽ എത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും മരിച്ച എൻ രാമചന്ദ്രന്റെ വീട് എവിടെയാണ്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അടുത്ത് ആരുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഉള്ളത്. ശരി ശ്യാംകുമാറിലേക്ക് ഉടൻ തന്നെ എത്താം. കൂടുതൽ വിവരങ്ങൾ ശ്യാം അപ്പോഴേക്കും ശേഖരിക്കുമല്ലോ. പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ് എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിയായ എൻ രാമചന്ദ്രൻ, അദ്ദേഹം കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും വേദനാജനകമായ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനായി അദ്ദേഹം എത്തിയതായിരുന്നു കശ്മീരിൽ. ഒപ്പം മകളുടെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റത് എന്ന തരത്തിൽ കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ വേദനിപ്പിക്കുന്നതാണ്. എസ് വിജയകുമാർ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, അപ്പോൾ ഒരു മലയാളിയുടെ മരണം അതിപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു. പോലീസ് തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നതായിട്ടാണ് ശ്യാംകുമാർ അറിയിക്കുന്നത്. ഉന്മേഷ്, ഈ രാമചന്ദ്രൻ അദ്ദേഹം ഈ കുടുംബത്തോടൊപ്പം പോയ വിനോദസഞ്ചാര ആ ഗ്രൂപ്പിലുള്ളതാണ്. എറണാകുളം ഇടപ്പള്ളി സ്വദേശിയാണ്. ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണം. രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകളുടെ മുന്നിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ കൊല്ലപ്പെട്ടവരൊക്കെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ മഞ്ജുനാഥ്, അദ്ദേഹം കർണാടക സ്വദേശിയാണ്, ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ആ സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൂടി കൊന്നേക്കൂ, എന്നെ എന്തിന് ബാക്കി വയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മോദിയോട് പോയി പറയണം എന്നാണ് ഈ ഭീകര സംഘത്തിൽ ഉണ്ടായിരുന്നവർ അവരോട് പറഞ്ഞത്. ആ നിലയിൽ അതിക്രൂരമായാണ് അതിക്രൂരമായും ഒപ്പമുള്ളവരുടെ മുന്നിൽ വെച്ചും അങ്ങേയറ്റം വേദനാജനകമായ വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. രാമചന്ദ്രൻ എന്ന മലയാളി എറണാകുളം സ്വദേശി കൊല്ലപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ മകളുടെ മുന്നിൽ വെച്ചാണ് എന്ന വിവരം വരുന്നുണ്ട്. കശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നതിൽ പലരും ഈ പറയുന്ന കുടുംബാംഗങ്ങളെ കൂടെ കൂട്ടിപ്പോകുന്ന അത്തരമൊരു സ്ഥലം കൂടിയാണ്. അവിടേക്ക് പോകുന്നവരൊക്കെ ഫാമിലി അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായതിന് ഇരയായവരൊക്കെ ആ നിലയിൽ കുടുംബാംഗങ്ങൾ ഒപ്പമുള്ളപ്പോൾ തന്നെയാണ് അവരിൽ ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്.